മോർണിംഗ് പോസ്റ്റ് എന്ന ആനുകാലികത്തിൽ ഒരുപാട് കവിതകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ NLG വാച്ച്മാൻ എന്ന ഒരു പത്രത്തിൽ കോളറിഡ്ജിൻ്റേതാണ് എന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ അല്ല എന്ന് ചില അഭ്യൂഹങ്ങളുണ്ട്. ഏതായാലും കൊറിയർ എന്ന് പറഞ്ഞതിൽ 1811 മ്യൂച്വൽ പാഷൻ എന്ന പേരിൽ കോളറിഡ്ജിൻ്റെ കവിത വന്നത് ബെൻ ജോൺസൻ്റെ എനിം പാഷൻ തന്നെയാണ്. അപ്പോൾ തെറ്റായ തീയതികൾ, അറിയാതെ വന്ന അബദ്ധങ്ങൾ, ചോദിക്കാതെയുള്ള കടമെടുപ്പുകൾ, പണത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ പണം കിട്ടാൻ വേണ്ടി ആരുടെയെങ്കിലും കവിത തൻ്റേതായി പ്രസിദ്ധീകരിക്കുന്ന പതിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോളറിഡ്ജിനുണ്ടായിരുന്നു എന്നാണ് വെസ്റ്റേൺ നിരൂപകന്മാർ, ആസ്വാദകന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. 1797 മൗലികമായ കവിത ഓരോ ആഴ്ചയും ഓരോന്നുണ്ടാക്കി തരാമെങ്കിൽ ഓരോ ഗിനി വീതം പ്രതിഫലം തരാമെന്ന് മോർണിംഗ് പോസ്റ്റിൻ്റെ പത്രാധിപർ പറഞ്ഞിട്ടാണ് മറ്റുള്ളവരുടെ കവിതകളൊക്കെ കടം വാങ്ങുന്ന സ്വഭാവം ആ കാശ് കിട്ടാൻ കോളറിഡ്ജിൽ രൂഢമൂലമായത്. അന്ന് കോളറിഡ്ജിൻ്റെ ആത്മമിത്രമായിരുന്ന വേഴ്സ്വർത്തിനോട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. അങ്ങനെ വേഴ്സ്വർത്തിൻ്റെ ഒട്ടനവധി കവിതകൾ കോളറിഡ്ജിൻ്റെ പേരിൽ മോർണിംഗ് പോസ്റ്റിൽ പുറത്തു വന്നിട്ടുണ്ട്. അൽക്ലാസ് ടു സാഫോ, ബ്യൂട്ടി ആൻഡ് മൂൺലൈറ്റ് ടു ലെസ്ബിയ, ഡെത്ത് ഓഫ് ദ സ്റ്റാർലിംഗ്, മോൺസിയർട്ടി സൂപ്പർ, ഒരുപാടുണ്ട്. ഇൻസ്ക്രിപ്ഷൻസ്, ഫോർകാസ്റ്റ്, ഇതൊക്കെ ചിലത് മാത്രമാണ്. പിന്നീട് വേർഡ്സ്വർത്തുമായി തെറ്റി. കോളറിഡ്ജിൻ്റെ ധൈഷണികമായ സത്യസന്ധത ഇല്ലായ്മയാണ് ഈ തെറ്റലിന് കാരണം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എൻ ഓവർ മാസ്റ്ററിങ് നീഡ്സ്, അതാണ് ഓവർ മാസ്റ്ററിങ് നീഡ്സ്, കമ്പൽസീവ് അക്യൂസിഷൻ ഓഫ് റെപ്യൂട്ടേഷൻ ആൻഡ് ഫ്രം ഇറ്റ് മണി. ഇതായിരുന്നു വാസ്തവത്തിൽ കോളറിഡ്ജിൻ്റെ സത്യസന്ധത ഇല്ലായ്മയ്ക്ക് കാരണമായത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും സുഖലോലുപമായൊരു ജീവിതം നയിക്കാനും പണം വേണം. ധാരാളം പണം കിട്ടുന്ന കവിയാണെങ്കിൽ പ്രശസ്തനായ കവിയാവണം. കോളറിഡ്ജിൻ്റെ സ്വഭാവത്തിൻ്റെ കാരണം ഇതായിരുന്നു. ഇത് നമ്മുടെ പല കവിതകളും, വയലാറായാലും ശരി, ചങ്ങമ്പുഴയായാലും ശരിയൊക്കെ ഈ ഒരു സ്വഭാവം നമ്മുടെ നല്ല കവികൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വല്ലാത്തൊരു അത്ഭുതമായിട്ട് തോന്നാം. അതുണ്ടായിരുന്നു. എല്ലാ കാപട്യങ്ങളും മറച്ചു വെച്ച് കോളറിഡ്ജ് താൻ ഒരു ശിശുവെപ്പോലെ നിഷ്കളങ്കനായി നടിച്ചിരുന്നു അത്രേ. പ്രിറ്റൻഡ് ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ്. അദ്ദേഹം ഒരു സ്വപ്നജീവിയായിരുന്നു. എല്ലാ പുസ്തകവും വായിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. ഡേ ഡ്രീമർ, ആൻ ആപ്പിറ്റൈറ്റ് ഫോർ ബുക്സ്, അതൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. വേഴ്സ്വർത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, ഹി ഹാസ് നോ വോളണ്ടറി പവർ ഓഫ് മൈൻഡ് നോർ കേപ്പബിൾ ഓഫ് ആക്ടിങ് അണ്ടർ എനി കൺസ്ട്രെയിൻറ്റ് ഓഫ് ഡ്യൂട്ടി ഓഫ് ഓർ മോറൽ ഓബ്ലിഗേഷൻസ്. അങ്ങനൊരു സംഗതി ഉണ്ടായിരുന്നില്ല എന്നാണ് വേഴ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത്. ഹാസലിറ്റിൻ്റെ അഭിപ്രായവും എ മാൻ വിത്തൗട്ട് എ വിൽ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചവക്കല്ലറമേൽ എഴുതി വെച്ച ഒരു കവിതാശകലം അതുകൂടി നമ്മുടെ ചങ്ങമ്പുഴ മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. സ്റ്റോപ്പ് ക്രിസ്ത്യൻ പാസർ ബൈ, സ്റ്റോപ്പ് ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് റീഡ് വിത്ത് ജെൻറ്റിൽ ബ്രസ്റ്റ്, ബിനീത്ത് ദിസ് ഗോഡ് എ പോയറ്റ് ലൈസ് ഓർ ദാറ്റ് വിച്ച് വൺസ് സീംഡ് ബി. ഹൃദയമുള്ളവരാരും ആ കുഴിമാടത്തിന് മുന്നിൽ ഒരു നിമിഷം നിൽക്കാതിരിക്കില്ല. കഴിവുകളെല്ലാം ഉണ്ടായിട്ടും അവയെ നശിപ്പിച്ച ഒരാൾ എന്ന് പറയാതിരിക്കുകയും ഇല്ല എന്നുള്ളതാണ്. മേഴ്സി ഫോർ പ്രൈസ് ടു ബി ഫോർഗിവൺ ഫോർ ഫെയിം ഹി ആസ്ക്ഡ് ആൻഡ് ഹോപ്ഡ് ത്രൂ ക്രൈസ്റ്റ്. പ്രശസ്തിക്കും നൈമിഷികമായ സുഖങ്ങൾക്കും മോഹിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മമേൽ ഇത്തിരി കണ്ണീര് തൂകാതിരിക്കുകയില്ല. അങ്ങനെയുള്ളൊരു കപടമായ സഹതാപം അർഹിക്കുന്ന ഒരു കവിയല്ല നാലപ്പാട്ട് നാരായണ മേനോൻ. അദ്ദേഹത്തിന് അങ്ങനെ ആരുടെയും സഹതാപമൊന്നും ആവശ്യമില്ല. അത് നിരാശയും വിഷാദാത്മകത്വവും ഏശാതെ ജീവിതഭാരങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ട് നിരാശയിലും വിജയം കണ്ട ആളാണ് അദ്ദേഹം. ജീവിതത്തെ നന്നായിട്ട് കൊണ്ടു നടന്ന ഒരാളാണ്. ലോകസാഹിത്യത്തിലെ എല്ലാ മഹാരഥന്മാരും ആ മനസ്സിൻ്റെ തെക്കിണിയിൽ അതിഥികളായി വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരം ലോകസാഹിത്യത്തിലെ സാഹിത്യകാരന്മാരൊക്കെ വീട്ടിലേക്ക് വന്നു എന്നാണ്. അതല്ല അതിൻ്റെ അർത്ഥം. ലോകസാഹിത്യത്തിലെ എല്ലാ മഹാരഥന്മാരും ആ മനസ്സിൻ്റെ തെക്കിണിയിൽ പുസ്തകങ്ങളിലൂടെ വന്നിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിഥികളായി വന്നിട്ടുണ്ട്.
അവരുടെ എല്ലാം പല ഗുണങ്ങൾ അദ്ദേഹത്തിൽ തീർച്ചയായും സ്വാംശീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ആതിഥേയനായ നാലപ്പാടൻ എപ്പോഴും സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. അതിനുള്ള പക്വത അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചങ്ങമ്പുഴ തർജ്ജമ ഭാവനയും ചങ്ങമ്പുഴയുടെയും കോളറിജിൻ്റെയും തർജ്ജമ ഭാവന എത്ര വ്യത്യസ്തമാണ് നാലപ്പാടിൻ്റെ തർജ്ജമ ഭാവനയിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരാളൊരു കണ്ണാടിത്തിരി പോലെയാണ്, അല്ലെങ്കിൽ ഒരു കുപ്പിവളയുടെ പൊട്ട് പോലെയാണ്. അതിൽ നിറങ്ങൾ പ്രതിഫലിക്കുമ്പോൾ മനോഹരമാണ്. കുട്ടികൾ അതിനെ കാരിഡോസ്കോപ്പിൽ ഇട്ട് കളിക്കും, യുവതികൾ അതിനെ വളയാക്കി ധരിക്കും, യുവാക്കൾ അതിനെ യുവത്വത്തിൻ്റെ ചൂടിൽ കാമിനിമാർക്ക് സമ്മാനിക്കും. കുട്ടികളും യുവാക്കളും യുവതികളും അതിനെ പെട്ടെന്ന് മറക്കും. മറക്കാതിരുന്നാൽ ജീവിതം ആത്മഹത്യയിലോ ഭ്രാന്താസ്പത്രിയിലോ ഒക്കെയാണ് പോയി കലാശിക്കുക. മറ്റേയാൾ ഒരു തുള്ളി വെള്ളമാണ്. ആര്? ഇങ്ങനെ അല്ലാത്തൊരാൾ. കണ്ട വലിയ സൗന്ദര്യമൊന്നുമില്ല, കളേഴ്സൊന്നുമില്ല, അതിനെ കണ്ടിട്ട് ആരും ആകർഷിക്കപ്പെടാനും പോകുന്നില്ല. പക്ഷെ ജനിച്ച നാൾ മുതൽ ദേഹവുമായി പിരിയുന്ന നാൾ വരെ എല്ലാ കാലത്തും എല്ലാ രാജ്യത്തുമുള്ള എല്ലാ പ്രായക്കാർക്കും ആവശ്യമുള്ള വസ്തുവാണത്. എന്ത്? വെള്ളം. മറ്റേ വെള്ളമല്ല, ശരിയായ വെള്ളം. അതെല്ലാവർക്കും ആവശ്യമാണ്. വെള്ളമില്ലെങ്കിൽ ഭൂമുഖത്തൊരു ജീവി ജീവിച്ചിരിക്കില്ല. അതിനെ മറന്ന ഒരാൾക്കും ജീവിക്കാനും വയ്യ. കാവ്യപ്രതിഭയാകുന്ന സവിതാവിൻ്റെ കരങ്ങൾ കണ്ണാടിത്തരിയെയും വെള്ളത്തുള്ളിയെയും തൊട്ടുതൊഴുകി അവയിൽ വർണ്ണക്കൂട് ചാർത്തി. വർത്തമാനകാലം കണ്ണാടിത്തരിയെ തിലകത്തിൽ ചാർത്തി അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് സ്തുതി പാടുമ്പോഴും ആ തുള്ളിയാണ് അതിൻ്റെ തൊണ്ടയ്ക്കിത്തിരി കുളിരും ആ സ്തുതി പാടാനുള്ള ശക്തിയും കൊടുക്കുന്നത്. ചങ്ങമ്പുഴ സ്വന്തം ജീവിതത്തെ ഒരു വിലാസകാവ്യമാക്കാൻ തൻ്റെ കുടുംബാംഗങ്ങളെ കൊണ്ട് വിലാപഗീതം പാടിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും നാലപ്പാട്ടൻ വിലാപഗാനമായ സ്വന്തം ജീവിതം കൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾക്കൊക്കെ കുടുംബത്തിലെ ആൾക്കാർക്കൊക്കെ ഒരു വിലാസ ജീവിതം പടുത്തുയർത്താനുള്ള ഒരു അടിത്തറ കെട്ടി വെച്ചിട്ടാണ് പോയത്. അദ്ദേഹം വിലാസ ജീവിതം നയിച്ച് അവരെയൊക്കെ വഴിയാധാരാക്കിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്.